ഡോക്ടറെ, ഈ കത്രികയൊക്കെ എങ്ങനെയാ വയറി വെച്ച് തിന്നുന്നേ? എടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ തുണി മുറിക്കുന്ന കത്രികയല്ല. ഏത് കത്രികയാണെങ്കിലും അത് കുഴപ്പം തന്നെയാണ്. എന്നാല് ഇതെന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുമ്പോ ഇതെന്താ ഡോക്ടർ ഉറങ്ങുമായിരുന്നോ, ഒരു സർജറി ചെയ്യുമ്പം അകത്ത് കത്രിക വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ കുറെ തുണി എടുത്ത് അതിനകത്ത് വെച്ചിട്ട് മറന്നുപോയി, ഇതൊക്കെ ആൾക്കാർക്ക് മറക്കാൻ പറ്റുമോ? ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് തുന്നി കെട്ടുമ്പോഴത്തേനും ഇവർ കാണുന്നില്ലേ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവാം. ഇതെങ്ങനെ ശരിക്കും സംഭവിക്കുന്നതെന്നറിയോ? നമുക്ക് ഒരു സർജറി നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വയറിന്റെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുന്ന വയറിലെ സർജറികൾക്കായിരിക്കും. ഈ വയറിലെ സർജറി ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ഇത്രയും ലെയറുകൾ കട്ട് ചെയ്ത് വയറിലേക്ക് കടക്കുമ്പോഴത്തേനും വയറിലെ അവയവങ്ങളെല്ലാം, അതായത് കുടലാവട്ടെ അല്ലെങ്കിൽ മറ്റേ ഓർഗൻസ് ആവട്ടെ, കുറച്ച് പ്രഷറിൽ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സർജറി ചെയ്ത് ഈ സ്കിന്ന് അല്ലെങ്കിൽ ഈ ലെയർ വയറിന്റെ ഭിത്തി അങ്ങ് മാറി കഴിയുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ പ്രഷർ റിലീസായി ഇച്ചിരി ഒന്ന് വികസിച്ച് വീർത്ത് നിൽക്കും. ആ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബ്ലീഡിങ്ങിന് ഒരേ സമയം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ബ്ലീഡിങ് വരുമ്പോഴത്തേനും ഈ ബ്ലീഡറുകളെ പെട്ടെന്ന് നിർത്താനായിട്ട് ചില സ്ഥലങ്ങളിൽ ഈ തുണി പാക്ക് ചെയ്ത് ചുരുട്ടി വെക്കും. ചില സ്ഥലങ്ങളിൽ കുഞ്ഞു രക്തക്കൊള്ളുകളെ ചീറ്റി വരുന്നത് കാണാൻ പറ്റുമ്പോൾ ആ രക്തക്കൊള്ളുകളെ ബ്ലീഡിങ്ങിനെ തെറിച്ച് വരുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ തുണികൾക്ക് കീഴിലെ ക്ലിപ്പ്, അതുപോലെ ഉള്ളൊരു ക്ലിപ്പിന്റെ ഷേപ്പാണ് ഈ കത്രിക പോലെ. ആ ക്ലിപ്പ് വെച്ച് ആ കറക്റ്റ് ആ രക്തക്കൊള്ളി ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ബ്ലീഡ് ചെയ്യുമ്പോൾ പല സ്ഥലത്തില് ഇതുപോലെ തുണിയും അല്ലെ ഈ കത്രിക പോലത്തെ ആ മോസ്കിറ്റോ വെച്ചിട്ടൊക്കെ ക്ലിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധി വരെ ബ്ലീഡിങ് കുറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അവിടുത്തെ സ്ട്രക്ചേഴ്സ് പ്രോപ്പർ ആയിട്ട് കാണാനും അവിടുത്തെ എന്ത് സർജറിയാണോ എന്ത് രീതിയിലാണോ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെ ചെയ്ത് വരണമെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട് ബ്ലഡ് അധികം ഇതില്ലാതെ ഒരു ഭാഗം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെച്ച സാധനങ്ങളൊക്കെ ഈ സർജറിക്ക് ശേഷമാണ്, അതായത് നമ്മൾ ഉദ്ദേശിച്ച എന്ത് പ്രൊസീജിയർ ആണോ ആ വൈദ്യം ചെയ്തത് ആ പ്രൊസീജിയറിന് ശേഷമാണ് ഈ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുക. അപ്പൊ ഇത് ഈ പാരച്യൂട്ട് പോലെ കുറെയൊക്കെ ഇങ്ങനെ വിടർന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ വിടവുകളിലൊക്കെ ഈ വെച്ച ആർട്ടറികളാവട്ടെ തുണികളാവട്ടെ ഇതെല്ലാം ഏകദേശം ബ്ലഡിനോടും മാംസത്തോടും കലർന്നിരുന്ന് ഏതാണ്ട് ആ കളറിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ തുണിയൊക്കെ ഇരിക്കുക. അപ്പൊ ബ്ലഡ് എല്ലാം വെച്ചിട്ട് കുതിർന്നിട്ട്, അപ്പൊ നമുക്ക് ഈ സാധനം തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് പിടിച്ച പണിയാണ്. അത് പണ്ട് മുതലേ സർജറിയുടെ ഇടയിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സർജറിക്ക് തൊട്ടു മുമ്പും സർജറിക്ക് ശേഷവും എത്ര ഇൻസ്ട്രുമെന്റ്സ് സർജറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് എണ്ണണം.